ശബരിമലയിൽ ഇന്നും വലിയ ഭക്തജന തിരക്കാണുള്ളത്. പുലർച്ചെ 3-ന് നട തുറന്ന് 13 മണിക്കൂറിനുള്ളിൽ 51,202 പേർ ദർശനത്തിനെത്തി. തത്സമയ ബുക്കിംഗിലൂടെ 9,409 പേരാണ് ദർശനം നടത്തിയത്. ഇന്നലെ 71,248 പേരാണ് മല കയറിയെത്തിയത്. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരുന്നു. പ്രവീൺ പുരുഷോത്തമൻ, സന്നിധാനത്ത് ഓരോ ദിവസവും തിരക്ക് അനുസ്യൂതം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സന്നിധാനത്ത് എത്രത്തോളം തിരക്കുണ്ട്? കാലാവസ്ഥ എങ്ങനെ? സുജിയ, സന്നിധാനത്ത് ഇന്ന് കാലാവസ്ഥ അനുകൂലമാണ്. ഇന്ന് മഴയൊന്നുമില്ല. അയ്യപ്പന്മാർക്ക്, തീർത്ഥാടകർക്ക് സുഗമമായി തന്നെ ദർശനം നടത്താൻ കഴിയുന്നുണ്ട്. ഈ ദർശനം നടത്തിയ ഭക്തരുടെ എണ്ണം നാം നോക്കുമ്പോൾ ഇതിനോടകം തന്നെ ഇപ്പോൾ 54,136 പേർ ഇതിനോടകം തന്നെ ഇന്ന് ദർശനം നടത്തി കഴിഞ്ഞു. ഇപ്പോൾ ഫ്ലൈ ഓവറിലൊന്നും വലിയ ക്യൂ ഒന്നുമില്ല. തീർത്ഥാടകർക്ക് സുഗമമായി തന്നെ ദർശനം നടത്താൻ കഴിയുന്നുണ്ട്. നാം കഴിഞ്ഞ ദിവസം ഒരു വിവാദമൊക്കെ കേട്ടിരുന്നു. അതായത് ഈ സോപാനത്ത് ഇവിടെ അധിക സമയം VIP-കൾക്ക് ദർശന സമയം കൊടുക്കുന്നു എന്നതായിരുന്നു പ്രധാനപ്പെട്ട ഒരു പരാതിയായി ഉയർന്നിരുന്നത്. നമുക്കിപ്പോൾ ദൃശ്യത്തിൽ കാണാം, ഇതൊക്കെ സാധാരണ തീർത്ഥാടകരാണ്. അവർക്ക് കേവലം 4-5 സെക്കൻഡ് മാത്രമേ ശബരിമല അയ്യപ്പന് മുന്നിൽ, ആ വിഗ്രഹത്തിന് മുന്നിൽ ഇങ്ങനെ കൈകൂപ്പി പ്രാർത്ഥിക്കാൻ സമയം കിട്ടുകയുള്ളൂ. അതേസമയം ചില VIP-കൾക്ക് അതിൽ കൂടുതൽ സമയം ഇവിടെ ദർശനത്തിന് സമയം കൊടുത്തു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു വിവാദമായി വന്നത്. ഹൈക്കോടതി ഉൾപ്പെടെ അക്കാര്യത്തിലൊക്കെ ഇടപെടുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം ഇപ്പോൾ വളരെ ശ്രദ്ധാപൂർവമാണ്, സൂക്ഷ്മതയോടുകൂടിയാണ് തീർത്ഥാടകരെ കയറ്റിവിടുന്നത്. ഇപ്പോൾ ഈ ഫ്ലൈ ഓവറിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്ന ഈ ഭാഗത്ത് അയ്യപ്പ ദർശനത്തിന് ശേഷം ഇതിൻ്റെ എതിർവശത്ത് നിന്നും ഒരു കാരണവശാലും തീർത്ഥാടകരെ ഈ ഭാഗത്തേക്ക് കയറ്റിവിടില്ല. മുൻവർഷങ്ങളിലൊക്കെ ആണെങ്കിൽ ചില തീർത്ഥാടകരൊക്കെ, അത് പ്രത്യേക പരിഗണനയുള്ള തീർത്ഥാടകർ, അവർ ഈ ശ്രീകോവിലിന് മറുവശത്ത് നിന്നും ഇപ്പോൾ ഈ ദർശനം നടത്തി പോകുന്ന അയ്യപ്പന്മാർക്ക് എതിർവശത്ത് കൂടി ഈ ഭാഗത്തേക്ക് കടന്നു വരാറാണ് പതിവ്. അവർക്ക് മിനിറ്റുകളോളം ഇവിടെ ദർശനം നടത്താനുള്ള ഒരു അവസരം കൂടി കൊടുക്കാറുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസത്തെ ആ വിഷയത്തിന് ശേഷം അതീവ സൂക്ഷ്മതയോടുകൂടി തന്നെയാണ് ദർശനം നടത്തുന്നത്. എല്ലാവർക്കും സുഖദർശനം കിട്ടട്ടെ. നമുക്ക് വീണ്ടും എത്താം